ആർച്ച് ബിഷപ്പ് സ്റ്റീവൻ സുരേഷിനെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ 4 മറ്റ് ബിഷപ്സ് ഉണ്ട്. അതിലൊന്ന് തുടർന്ന് ബിഷപ്പ് മാർട്ടിൻ. അദ്ദേഹത്തിൻ്റെ അന്ന് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം 140-150 പുരോഹിതരെ വാഴിക്കുകയുണ്ടായി. അതിൽ സ്ത്രീ 30-40 ആളുകൾ സ്ത്രീകളാണ്. അതിലൊരു വനിതാ പുരോഹിത അദ്ദേഹത്തിൻ്റെ മകളാണ് റവറൻഡ് ഷാലോ. സോ ഐ ഇൻവൈറ്റ് യു ഓൾ ഓഫ് യു ടു അവർ ആർച്ച്ഡയസിസ്. അവരിന്ന് വന്നത് കർണാടകയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരികയായിരുന്നു. അന്ന് നടന്ന ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒന്ന് കൈപ്പറ്റാൻ വന്നത്. അതുകൊണ്ടാണ് ഔദ്യോഗിക വേഷമല്ലാതെ ഇന്ന് തന്നെ തിരിച്ച് അവർക്ക് ബോർഡർ ക്രോസ് ചെയ്യണം. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങ് പെട്ടെന്ന് നടത്തുന്നത്. സോ അവർ തിരുമേനിയുടെ സഭയുടെ ഡയോസിൽ ഏകദേശം 300-ലധികം പാസ്റ്റർമാരുണ്ട്. ഇനിയും കൂടുതൽ പാസ്റ്റർമാർ അവർ പല സ്ഥലങ്ങൾ വാഴിക്കാൻ ആഗ്രഹിക്കുന്നു. So I request Pastor Stephen, Archbishop Stephen Suresh to say a few words, and after that Bishop Martin and Reverend Shalom also to say a few words. And then sorry, I forgot ഒരു placing on the Darshan. So I request Pastor Reverend Darshan also to say a few words. ദൈവത്തിൻ്റെ കൃഷ്ണൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പവിഴ സ്ഥലത്തിൽ Stefanos Timeniak Christianese, and Sagaportolite Timeniad, Waili, Karama, Sabaportay, Swasili, the Vasmone, and Lakum Tarikiana, Namre Mahara, Kanus and the Samana, Ratligina, Karam and Gigan, Kanya, Nara Samodella, no River Simil. The Magalako, which would lead the devotees to the Pai Mahatan and Thousand Nagaputu. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ കൺവെൻഷൻ നടത്തുന്നത്. അന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ സഭാ ജനങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുവാനുള്ളതായ സാഹചര്യമാണ് ഇതുവരെയും ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എൻ്റെ സമാപന ദിവസമായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു വർഷം നമ്മൾ എടുക്കണം. ആയതുകൊണ്ട് ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾ ആത്മാർത്ഥതയോടുകൂടെ ദൈവമേ ഞങ്ങളോട് കൃത്യമായി ഇടപെടണമേ, എന്നോട് എൻ്റെ കുടുംബത്തോട് ഇടപെടണമേ എന്ന് കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമാണ്. നമ്മുടെ ഉത്സവം കാണുന്നത് പോലെ അല്ല ഇന്ന് ഇവിടെ ഇരിക്കേണ്ടത്. അറിവിന് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായിരിക്കുന്ന തിരുമേനിമാര് ദൈവവചനത്തിലൂടെ നമ്മളെ ഓർമ്മിക്കുകയുണ്ടായി ശ്വാസത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. എനിക്ക് പിന്നാലെ വരുന്നത് യോഹന്നാൻ പറഞ്ഞതുപോലെ എന്നെക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവർക്ക് വേണ്ടി വഴിയൊരുക്കുക മാത്രമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പ്രകാരം പറഞ്ഞു, ദാഹിക്കുന്ന ഒരാളുകളെ എന്റെ അടുക്കൽ വരുവി, നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഉള്ളിൽ നിന്നും തിരുവെത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഈ ദിവസങ്ങളിലായി നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മുടെ തലമുറക്കും ആവശ്യമാകുന്ന ആത്മീയ വചനങ്ങളെ കുറിച്ചാണ് ദൈവം നമുക്ക് നൽകുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും നാം കേൾക്കുമ്പോഴും ഓരോ നിമിഷവും നാം കേൾക്കുമ്പോഴും പുതിയ പുതിയ ആത്മീയ വരങ്ങളാലും കൃപകളാലും ദൈവത്തെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. നാം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് തിരുവനന്തപുരം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കള് ആത്മാർത്ഥതയോടെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, എല്ലായിടത്തും സ്വന്തം യാഗിച്ചുകൊണ്ടിരുന്നാട്ടെ. സ്വന്തം എന്ന യാഗം അർപ്പിച്ച് എന്നെ മഹത്വപ്പെടുത്തുക. ഏറ്റവും ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുമ്പോൾ നാം സ്വന്തം ചെയ്യും ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നാൽ നമ്മുടെ മധ്യത്തിൽ പിശാചാണ് കയറി വരുന്നത്. അതുകൊണ്ട് സ്വന്തം യാഗത്താൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും ഒരു കൈകളെടുത്ത് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ആംഗ്ലിക്കൻ സഭകള് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ശക്തികൾ അതിനെ തകർക്കുവാൻ ഉദ്ദേശിച്ചുവോ, ഏതെല്ലാം ശക്തികൾ ഈ ആംഗ്ലിക്കൻ സഭയെ തകർക്കുവാൻ ഒരുങ്ങിയോ, അതിലുപരിയായിട്ടുള്ള വളർച്ചയാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ബിഷപ്പുമാര് സഭകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുണ്യമല്ല, ദൈവം നമ്മൾ ഉയർത്തി. പീഡനങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, അനവധി കഷ്ടങ്ങളും സംഗതികളും സഹിച്ചുകൊണ്ട് ഈ ജനത്തെ നയിക്കുവാൻ നമ്മുടെ പടനായകനായിരിക്കുന്ന മെത്രാപ്പോലീത്ത എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 55 വർഷത്തോളമായി നമ്മൾ ഈ കൺവെൻഷൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഓരോ ബിഷപ്പുമാരും ഓരോ പ്രാസംഗികന്മാരും ഒക്കെ നഷ്ടപ്പെട്ട് കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ തിരുമേനിയെ അതിശയമായി ഉയർത്തിയത് വലിയ കാര്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര അതിശയമായി, എത്ര ശ്രദ്ധയോടുകൂടെ ഈ ജനത്തെ നയിക്കുവാൻ മറ്റൊരാൾ നമുക്കില്ല. അതുകൊണ്ട് അത് നമ്മളെ അഭിനന്ദന തിരുമേനിക്ക് ആത്മാർത്ഥതയോടെ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിക്കാണിക്കുവാൻ ഇനിയും നമുക്ക് സമയങ്ങളും സാഹചര്യങ്ങളും ദൈവം നൽകപ്പെടുന്നുണ്ട്. അതിനെല്ലാം മുഖ്യ കാരണം ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ നൽകിയ ചിന്ത നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ആംഗ്ലിക്കൻ സഭയെ ഉറപ്പിക്കുക. ഈ സഭ നമ്മുടെ നടപ്പിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ അനേക തലമുറകൾക്ക് വേണ്ടി നിലനിൽക്കേണ്ടതായ ഒരു സഭയാണ്. ഇത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. സദൃശവാക്യം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം. സദൃശവാക്യം 14-ന്റെ 24-ാമത്തെ വാക്യം. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം. മതി. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനികളുടെ ധനം അവരുടെ കിരീടമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനേക കിരീടങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? വാടാത്ത കിരീടം, പൊൻകിരീടം, ജീവന്റെ കിരീടം, അങ്ങനെ ഒരുപാട് കിരീടങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു റിവാർഡ്സ്, ഒരു കിരീടമാണോ ഇവിടെ നമ്മൾ വായിക്കപ്പെട്ടതായ കിരീടം? അതാരാണോ? ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടമാണ്. ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജ്ഞാനത്തെ കുറിച്ച് ഒരുപാട് അറിവുള്ള അനേക വ്യക്തികളുണ്ട്. വേദപുസ്തകത്തിൽ 2 ജ്ഞാനികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലൂസിഫർ, വളരെ ജ്ഞാനിയായിരുന്നു, സൗന്ദര്യവാൻ, സമ്പൂർണ്ണവാൻ. ആ ലൂസിഫറിന്റെ അത്രയും കഴിവ് ഒരു ലോകത്തിൽ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ അവന്റെ ജ്ഞാന മുഖാന്തരം അവന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. അവന്റെ നിഗമന മുഖാന്തരം അവന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. അത് പിന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ജ്ഞാനിയാണ് സലോമോന്റെ രാജാവ്. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെ കവച്ചു വെക്കുവാൻ മറ്റൊരാളുമില്ല. സകലവും ജ്ഞാനവും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ജ്ഞാനികൾ ലോകത്തിൽ ഉണ്ടാകുന്നത്? അവർക്ക് ദൈവം കൊടുക്കുന്നതായ അറിവുകൾ, ആ അറിവ് അവർക്കൊരു ധനമാണ്. നമുക്കെല്ലാം വിചാരിക്കും ഇന്ന് ലോകത്തിൽ ധനവാന്മാരാണ് ഏറ്റവും വലിയ ധനവാന്മാർ, ഏറ്റവും വലിയ കേൾവികെട്ടവർ. അല്ല, ദൈവത്തിന്റെ വചനം പറയുന്നത് ജ്ഞാനമുള്ള വ്യക്തി ആരാകുന്നുവോ അവനാണ് ധനം. അവന്റെ ധനമാണ്, അവന്റെ കിരീടമാണത്. നമ്മുടെ അല്പന്യ മെത്രാപ്പോലീത്ത മനസ്സ് വളരെ ദീർഘദൃഷ്ടിയാണ്. വരും തലമുറകൾക്ക് വേണ്ടി, വരും തലമുറകളുടെ നാശം കണ്ടുകൊണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ തിരുമേനിക്കാരൻ ചിന്തിക്കുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ നിന്നും MLA-മാരുണ്ടാകണം, MP-മാരുണ്ടാകണം, മന്ത്രിമാരുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് മോചനം ഉണ്ടാകുകയുള്ളൂ, നമ്മുടെ സമൂഹത്തിന് വിടുതലുണ്ടാകുകയുള്ളൂ. ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ നാം സമൂഹമായി ലോകത്തിൽ വളരേണ്ടത് ആവശ്യമാണ്. വളരെ ദീർഘദൃഷ്ടിയോടെ അനേക വർഷങ്ങൾക്ക് മുമ്പ് തിരുമേനി പ്രഖ്യാപിച്ചതാണ്. തിരുമേനിയുടെ ജ്ഞാനം സമൂഹത്തെ നേർവഴി കാണിക്കുവാനുള്ളതായ വഴി.
നമുക്കാർക്കും ദീർഘദൃഷ്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പോവുകയാണ്. പക്ഷേ ദൈവം ഓരോ ജ്ഞാനികളെ ഉയർത്തുമ്പോൾ അവരുടെ വാക്കുകൾക്ക്, അവരുടെ വചനങ്ങൾക്ക്, അവരുടെ ചിന്തകൾക്ക് നമ്മൾ തന്നെ സമർപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇനിയും നാം സമർപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നും ചെയ്യുവാനില്ല. ഇന്ന് അനേക രാജ്യങ്ങള്, അനേക സ്ഥലങ്ങളില് അനേക ജനങ്ങൾ ഉയർന്നു പോവുകയാണ്. നമ്മുടെ സമൂഹം വളരേണ്ടതിൽ പോലും താഴേക്ക് കടന്നു പോവുകയാണ്. നമുക്ക് ജ്ഞാനമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് സാമ്പത്തികമില്ലാഞ്ഞിട്ടല്ല, ജ്ഞാനത്തിന് നാം ചെവി കൊടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ജ്ഞാനിയുടെ ധനം അവർക്കൊരു കിരീടമാണ്. നമ്മുടെ മഹാനങ്ങളെ നമ്മുടെ ജനത്തിന്റെ കിരീടമാണ്. അഭിനന്ദനത്തിന് മനസ്സിലാവും, നമ്മുടെ സമൂഹത്തിന്റെ കിരീടമാണ്. കിരീടം എന്തിനെ കാണിക്കുന്നു? ഉയർച്ചയെ, അധികാരത്തെ, പവർ. അതിനെ അധികാരം കാണിക്കുന്നത്, കിരീടം കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലായി ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും തള്ളിക്കളയുന്ന ഒരു കിരീടമുണ്ട്. നമ്മളെല്ലാവരും എന്നേക്കുമായി നാം ബഹുമാനിക്കാതെ തകർത്തു കളയുന്ന ഒരു കിരീടമുണ്ട്. അതേത് കിരീടമാണ് നോക്കാം. ഇതേ സദസ്സ് വാക്യം തന്നെ 16:31 വാക്യം. അനേക ഇടങ്ങളിൽ ഈ കിരീടം ഇപ്പോഴും വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വായിച്ചാട്ടെ. നരച്ച തല, ശോഭയുള്ള കിരീടം. ആമേൻ. ഇന്ന് നരച്ച തലയെ ആർക്കും വേണ്ട. പ്രായം ചെന്നിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക്, മക്കൾക്ക് വേണ്ട. അവർ എന്നേക്കുമായി തള്ളിക്കളയുകയാണ്. അവർ തന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയുമ്പോൾ, അവരുടെ പ്രായം ചെന്ന് കഴിയുമ്പോൾ, തലയിൽ നരച്ചു കഴിയുമ്പോൾ മക്കൾ തള്ളിക്കളയുകയാണ്. നീ ആകെ തള്ളിക്കളയുന്നറിയാമോ? നിന്റെ ഉയർച്ചയുടെ ഒരു കിരീടത്തെയാണ് നീ തള്ളിക്കളയുന്നത്. അനേക അപ്പനമ്മമാർ ആശ്രമങ്ങളിൽ കിടന്നു വേദന അനുഭവിക്കുന്നു. ഞങ്ങൾ ഈ കഴിഞ്ഞ നമ്മുടെ വലിയച്ഛന്റെ ആശ്രമം ഒന്ന് കാണാൻ പോയി. അവിടെ അനേക മാതാക്കൾ, പിതാക്കൾ കഷ്ടത്തിലൂടെ, അവിടെ പ്രയാസത്തിലൂടെ നീങ്ങിപ്പോവുകയാണ്. അവർക്ക് ആഹാരമില്ലാണ്ടല്ല, അവരവിടെ താമസം വളരെ സുഖത്തിൽ താമസിക്കുക. പക്ഷേ അവിടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഞങ്ങളുടെ മക്കളെപ്പോഴും ഞങ്ങളെ ഒന്ന് കാണാൻ വരും. ഞങ്ങളുടെ മക്കളെപ്പോഴാണ് ഞങ്ങളെ ഒന്ന് കാണാൻ വരുന്നത്? ഉള്ളിന്റെ ഉള്ളിൽ തിളയ്ക്കുകയാണ്. കുഞ്ഞുങ്ങളെ കാണുവാൻ, അവരുടെ മക്കളെ കാണാൻ, കൊച്ചുമക്കളെ കാണുവാൻ കൊതിക്കുന്ന അനേക മാതാപിതാക്കന്മാര്. നരച്ച തല, ശോഭയുള്ള കിരീടമാണ്. നമ്മുടെ ഭവനത്തിന്റെ ശോഭ, നമ്മുടെ ഭവനത്തിന്റെ ശോഭ, കുഞ്ഞുങ്ങളുടെ ശോഭ എല്ലാം തകർത്ത് കളയുകയാണ് അനേകം മക്കൾ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെ തള്ളിക്കളയുന്ന സഹോദര, സഹോദരി, നീ ഓർക്കണം, നിന്റെ കിരീടത്തെയാണ്, നിന്റെ അനുഗ്രഹത്തെയാണ് നീ തള്ളിക്കളയുന്നത്. അവർക്ക് ആഹാരം കൊടുക്കാതെ, അവർക്ക് വെള്ളം കൊടുക്കാതെ, അവർ ജീവിതത്തെ തരിപ്പണമാക്കി കളയുന്ന മക്കളെ ഒന്ന് ചിന്തിക്കുക. നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹത്തെയാണ് നീ തള്ളിക്കളയുന്നത്. നീ ഓർത്തുകൊള്ളണം. നരച്ച തല നിനക്ക് ബഹുമാനമില്ല അല്ലേ? നരച്ചു പോകുന്ന നീ അവർക്ക് നിന്റെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിതരായി നരച്ചിരിക്കുന്നത്? നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട്, നിന്നെ പഠിപ്പിക്കുവാൻ, നിനക്ക് നല്ല ആഹാരം തരുവാൻ, നിനക്ക് നല്ല വസ്ത്രമാക്കി തരുവാൻ, അവരുടെ ആയുസ് മുഴുവൻ നിനക്ക് വേണ്ടി ഒരുക്കെങ്കിൽ നിനക്ക് ഒരു കടമയുണ്ട് സഹോദര. നിന്റെ അപ്പനമ്മയെ നീ ബഹുമാനിക്കണം. ഒരു രീതിയിൽ നീ ആരാധനയിലേക്ക് നീ പറഞ്ഞു വിടരുത്. ഹല്ലേലൂയ. കാരണം നീ ഇതൊരിക്കൽ കൊടുക്കുവാൻ നീ സമ്മതിക്കുന്നു. ചുരുക്കി പറയട്ടെ, അടുത്ത ഒരു കിരീടങ്ങൾ നമുക്ക് നോക്കാം. അതേ സദസ്സ് വാക്യം പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം. സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടമാണ്. ഭർത്താവിനെ ബഹുമാനിക്കുന്ന സ്ത്രീകളുണ്ട്. ഹല്ലേലൂയ. സാമർത്ഥ്യമുള്ള സ്ത്രീകൾ അനേകം നമ്മുടെ മഹാണിലുണ്ട്. അവരാരാണ്? തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഒരു കിരീടമാണ്. അവളുടെ കഷ്ടപ്പാട് ഭർത്താവ് ഓർക്കുന്നില്ല, അവളുടെ പ്രയാസം അവർ ഭർത്താവ് ഓർക്കുന്നില്ല, അവളുടെ ത്യാഗം അവൾ ഓർക്കുന്നില്ല.
ചോദിക്കുന്നില്ല. അല്പം ചില കാര്യങ്ങൾ പറഞ്ഞു ഒരു കുറ്റമുണ്ടാകുമ്പോൾ നീ അവനെ തള്ളുവാനും തല്ലുവാനും ചവിട്ടുവാനും തുടിക്കുന്ന സഹോദരൻ ഒരു കാര്യം വിചാരിക്കുന്നത് അത് നിന്റെ കിരീടമാണ്. നിന്റെ ഭാര്യ നീ തല്ലുവാൻ നീ ഉപയോഗിക്കുമ്പോൾ, അവരെ കൊല്ലുവാൻ ഉപയോഗിക്കുമ്പോൾ, അതിന് അവർക്ക് തകർക്കുവാൻ നിൽക്കുമ്പോൾ നിന്റെ മനസ്സിൽ ചിന്ത വേണം, എന്റെ ഭാര്യ എനിക്കൊരു കിരീടമാണ്. ആമേൻ. അവരെത്ര സൗന്ദര്യമുണ്ടായാലും സൗന്ദര്യമില്ലെങ്കിലും നിനക്ക് ദൈവം തന്നെ ദാനമാണ് നിന്റെ ഭാര്യ. അത് നിനക്കൊരു കിരീടമാണ്. ഒരു സഹോദരൻ സഹോദരി വീട്ടിലിരിക്കുമ്പോൾ അടുക്കള തീ കത്തിച്ചപ്പോൾ ഗ്യാസിന് തീ പിടിച്ചു. ഭാര്യ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഭാര്യ കിടന്ന് കരഞ്ഞു, നിലവിളിച്ചു. ഭർത്താവ് ഓടി വന്നു. ഭാര്യയുടെ ശരീരം മുഴുവനായി തീ പിടിച്ച് തീ വളരുകയാണ്. ഇവൻ ഓടിച്ചെന്ന് അവളെ പിടിച്ച് മാറ്റാൻ നിന്നപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, നീ മാറിപ്പോക്കോ. മാറ്റുന്നു. അങ്ങയുടെ ദേഹവും പൊള്ളിപ്പോവും. എന്തോ അവൻ ഓടിച്ചെന്ന് വെള്ളമെല്ലാം ഒഴിച്ച് എടുത്തു നിന്നാ തീ കത്തി കഴിഞ്ഞപ്പോൾ സ്ത്രീയുടെ ശരീരം മുഴുവനായി തീ പിടിച്ചു പോയി. അവിടെ ഞരമ്പുകൾ ശരീരമെല്ലാം വലഞ്ഞു മുറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മാസങ്ങൾക്ക് ശേഷം തിരികെ ജീവൻ തിരിച്ചു കെട്ടി തീരെ കൊണ്ടുവന്നപ്പോൾ ഒരു വികൃത രൂപിയായി ആ ഭാര്യ മാറി. കാണുവാൻ പോകുന്നില്ല, സൗന്ദര്യമില്ല. അനേക സഹോദരൻ നീ ഇവിടെ കൊണ്ട് കള, എന്തിനു വേണ്ടിയാണ് നീ വെച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ടാൽ അറയ്ക്കുന്ന ശരീരം. അവൻ പറഞ്ഞു, ഇവളെന്നെ തള്ളി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവളെ പോലെ ആയിരുന്നേനും, എന്റെ ശരീരം ഇതുപോലെ ആയിരുന്നേനും. എന്റെ കൂട്ടുകാരി പറഞ്ഞു, ഇവൾ സൗന്ദര്യമില്ല, നീ കൊണ്ട് കള. അവൻ പറഞ്ഞു, ഇവളെന്റെ കിരീടമാണ്. ഇവളെനിക്ക് ഒരു കാലത്തും സൗന്ദര്യമുള്ളവായിരുന്നു. She was very pretty. ഇവൾ നല്ല സൗന്ദര്യമുള്ളവായിരുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടി ഇവൾ ത്യാഗമായി മാറി. എനിക്കൊരിക്കലും ഞാൻ തള്ളിക്കളയത്തില്ല. എന്റെ ജീവിതകാലം മുഴുവൻ ഇവളോടുകൂടിയിരിക്കും. ഭാര്യയെ തല്ലുന്ന സഹോദര, ഭാര്യയെ ഉപേക്ഷിക്കുന്ന സഹോദര, നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതോ, നിന്റെ കിരീടത്തെയാണ്, നിന്റെ അനുഗ്രഹത്തെയാണ് നീ തള്ളിക്കളയുന്നതോ. സാമർത്ഥ്യമുള്ള ഭാര്യ ഭർത്താവിന് ഒരു കിരീടമാണ്. മറ്റൊരു വാക്യം വായിക്കാണ്. അതേ ദിവസം തന്നെ 7-17 വാക്യം, മക്കളുടെ മക്കൾ പിതാക്കന്മാർക്ക് ഒരു കിരീടമാണ്. മക്കളുടെ മക്കൾ പിതാക്കന്മാർക്ക് ഒരു കിരീടം. നമ്മുടെ കൊച്ചുമക്കൾ നമ്മുടെ വല്യപ്പന്മാർക്ക് ഒരു കിരീടമാണ്. നമ്മുടെ വല്യപ്പന്മാർക്ക് നമ്മുടെ കൊച്ചുമക്കളെ കാണാനുള്ള ആഗ്രഹമുണ്ട്, സന്തോഷമുണ്ട്. മക്കളെക്കാളും മധ്യവാസനത്തോട് സ്നേഹിക്കുന്നതാണ് കൊച്ചുമക്കൾ. അവർ പിതാക്കന്മാർക്ക് ഒരു കിരീടമാണ്. അവസാനമായി ഒരു കിരീടം ഞാൻ വായിക്കാൻ പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരുടെ കിരീടം കാണുന്നു, മുൾ കിരീടം. ഹല്ലേലൂയ. സമൂഹത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ കിരീടം, ത്യാഗത്തിന്റെ കിരീടം, വേദനയുടെ കിരീടം, കണ്ണുനീരിന്റെ കിരീടം. ഈ കിരീടം എന്തിനു വേണ്ടി കർത്താവ് ചൂടി? എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ യേശുക്രിസ്തു കാണിച്ചു കൊടുത്തു, എന്റെ ജനത്തിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി നീ എന്നെ തകർത്തോ. എന്റെ അവന്റെ തലയ്ക്ക് അയച്ചു കൊടുത്തു, കിരീടം വെച്ചു അടിച്ചു, കൈകൾ വിരിച്ചു കൊടുത്തു, ആണിയടിച്ചു, നെഞ്ചു കാണിച്ചു കൊടുത്തു, ബുദ്ധി കീറിക്കോ, പുറത്ത് കാണിച്ചു കൊടുത്തു, ഉടവുകാരെ ഞാൻ കീറിക്കോ, കൈകാലുകൾ എടുത്തു, എന്റെ ആണികൾ വിളിച്ചു. എന്റെ ജനത്തിന് വേണ്ടി ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഈ മുൾക്കിരീടമാണ് നമ്മളെ കൂട്ടിച്ചേർത്തത്. ഈ മുൾക്കിരീടമാണ് നമ്മൾ ഒന്നാക്കി തീർക്കുവാൻ വിചാരിച്ചിരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ ദിവസം ദൈവത്തിന്റെ സന്ദർഭമാണ്. ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വ്യാപരിക്കേണ്ട ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ, നാഥനെ മാനിക്കുവാനാ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു നിന്നോട് പറയുന്നു, ദാഹിക്കുന്നവർ എന്നിലേക്ക് വരികയും എല്ലാം ചേർന്ന് പാടിയാട്ടെ. തരുമോരോ കിരീടം, കൈവന്നീടും കിരീടങ്ങളായി
ദൈവത്തിന് ഓർത്തുണ്ടാകട്ടെ. ഈ കിരീടങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ കൺവെൻഷന്റെ സമാപന ദിവസം അതിനുമായി ദൈവകൃപ പ്രാപിപ്പാൻ നമുക്ക് വീണ്ടും തിരുവേദിമാരുടെ പ്രസംഗത്തിനും കാത്തിരിക്കാം. എനിക്കറിയാം നമ്മുടെ വലിയ പ്രസംഗം കേൾക്കുവാനാണ് നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കുന്നത്. എനിക്കറിയാം പ്രകാരം ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രദേശത്ത് 25 വർഷം പൂർത്തീകരിച്ച്
Evangelist P.C. Paulos, Evangelist E. George, Evangelist P.K. Bab. Mr. Larry Alamaripur, പ്രാർത്ഥിച്ചിട്ട് പ്രദേശത്ത് 25 വർഷം പൂർത്തീകരിച്ച ദലാസികളുടെ ക്ഷണമേ ചുരുക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ചുരുക്കാഴ്ചകളോടൊപ്പം ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരുപാടിന്റെ വെളിവാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശരി. സന്തോഷം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശുദ്ധസ്ഥിതിക്കുള്ള പാട്ടോ ശുദ്ധസ്ഥിതിക്ക് പീഡി വൈദിക വൃത്തിയിൽ 21 വർഷം പൂർത്തിയാക്കിയ റാന്നി മണിമല ഭദ്രാസന അധിപൻ തോമസ് മാക്കൽ തിരുമേനി, തോമസ് നിർമ്മലാച്ചൻ, സ്പോർട്സ് മാർക്കറ്റ് എന്നിവരുമായി ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
എല്ലായ്പ്പോഴും നിങ്ങളോട് ഇരിക്കുവാൻ ആമേൻ. സ്തോത്രം.